അതിൽ കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ കോമ്പൻസേഷൻ നിർബന്ധമായി ഉണ്ടാകണം. മാത്രമല്ല ഒരു MACT ട്രിബ്യൂണൽ മോഡലുള്ളതായ ഒരു നിയമനിർമ്മാണം വേണം. ഇത് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും 90 വയസ്സുള്ള ഒരാൾക്കും ഒരേ പോലെയാണ് പണം കൊടുക്കുക. 10 ലക്ഷം രൂപയാണ്. അപ്പോൾ 25 വയസ്സുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരൻ മരിക്കുമ്പോൾ അദ്ദേഹം ആ കുടുംബത്തിനും അദ്ദേഹത്തിനും ഏൺ ചെയ്യുന്ന കപ്പാസിറ്റി അനുസരിച്ചുള്ള ആ കുടുംബത്തിൻ്റെ നഷ്ടമാണ് അവിടെ മീറ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ടത്. 90 വയസ്സുള്ള ആളെ സംബന്ധിച്ച് ആ മിനിമം കോമ്പൻസേഷൻ മതി. പക്ഷേ 25 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അത് പോരാ. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ പ്രജീഷിനെ സംബന്ധിച്ച് അത് പോരാ. പ്രജീഷ് 36 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 46 വയസ്സുള്ള ആളാണ് ചാലിഗദ്ദ അജീഷ്. അവർക്ക് ആ കോമ്പൻസേഷൻ പോരാ. അപ്പോൾ ഈ കോമ്പൻസേഷന് MACT മോഡലുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കണം. അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു. കേന്ദ്ര സർക്കാർ 10 ലക്ഷം രൂപ നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൻ്റെ ഹെഡിൽ നിന്നാണ് ഈ പണം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന 10 ലക്ഷം കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇവിടെ വിക്ടിംസായ ആളുകൾക്ക് ഈ 20 ലക്ഷത്തിൻ്റെ അർഹതയുണ്ട്. ആ 20 ലക്ഷം കൊടുക്കാൻ ആവശ്യമായ അടിയന്തര നടപടി മുൻകാല പ്രാബല്യത്തോടുകൂടി ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം. ഉണ്ടായിട്ടില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാവും. കേന്ദ്രമന്ത്രിയുടെ വിസിറ്റിൽ ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, സെൻട്രൽ ആക്ടിൻ്റെ അമെൻമെൻറ്റ്. 2, ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വന്യമൃഗത്തെ മയക്കുവെടി വെക്കാനും അതിനെ ആവശ്യമാണെങ്കിൽ കൊലപ്പെടുത്താനുമുള്ളതായിരിക്കുന്ന അനുവാദം കൊടുക്കാനുള്ള പവർ ആർക്ക് കൊടുക്കണം? CCF, റീജിയണൽ CCFനോ DFOയ്ക്കോ കൈമാറണം. അതിന് സെൻട്രൽ ആക്ടിൻ്റെ അമെൻമെൻറ്റ് വേണം. ആ അമെൻമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം മൗനമാണ്. കാട്ടുപന്നി നേരത്തെ ഷെഡ്യൂൾ 4-ലായിരുന്നു. ഇപ്പോൾ കാട്ടുപന്നി ഷെഡ്യൂൾ 2-ലാണ് കിടക്കുന്നത്. ഇപ്പോൾ 2023 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അമെൻമെൻറ്റ് ഷെഡ്യൂൾ അവർ പുനഃക്രമീകരിച്ചപ്പോൾ 3 ഷെഡ്യൂളാക്കി ചുരുക്കിയപ്പോൾ കാട്ടുപന്നിക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞത് കാട്ടുപന്നിയെ വെർമിനായി പ്രഖ്യാപിക്കണം, ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് ഇവിടെ കൊലപ്പെടുത്താനുള്ള അനുവാദം വേണം. അതിനും അദ്ദേഹം മൗനമായിരുന്നു. ഏതാ വൈൽഡ് ലൈഫ് വാർഡനുള്ളതായിരിക്കുന്ന അധികാരം വൈൽഡ് ലൈഫ് വാർഡന് ഒരു മെയിൽ ചെയ്ത് അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്ത് വൈൽഡ് ലൈഫ് വാർഡന് അനുവാദം കൊടുത്ത് സെൻട്രൽ പെർമിഷൻ വാങ്ങി അദ്ദേഹം ഉത്തരവിടുമ്പോഴത്തേക്ക് സമയം ഇവിടെ പോകുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, വളരെ സീരിയസ് ആയൊരു കാര്യം. നമ്മുടെ തോമസിനെ കൊന്ന കടുവ, തോമസിനെ കൊന്നു, തോമസിൻ്റെ തുടയിൽ നിന്ന് രക്തം വന്നു, അങ്ങനെ മണിക്കൂറുകൾ അവിടെ നീങ്ങി തോമസ് മരിച്ചു. ഈ കടുവ ബഹുമാന്യനായ സണ്ണി ജോസഫ് MLA ഒരു കടുവയുടെ പ്രശ്നം പേരാവൂർ നിയോജകമണ്ഡലത്തിൽ കാണുകയാണ്. അവിടെ പല ഭാഗത്ത് ആറളം, കൊട്ടിയൂർ, പേരാവൂരിൻ്റെ പല ഭാഗത്തായിട്ട് ഒരു കടുവ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതായിരിക്കുന്ന വിവരം കിട്ടിയപ്പോൾ അസംബ്ലി നടക്കുന്ന സമയമായതുകൊണ്ട് അദ്ദേഹം നേരെ അപേക്ഷ എഴുതി തയ്യാറാക്കി വനം മന്ത്രിയുടെ അടുത്ത് പോയി. വനം മന്ത്രിയോട് പറഞ്ഞു, നിങ്ങളിത് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടറിലേക്ക് റെക്കമെൻഡ് ചെയ്യണം, ഞാൻ നേരിട്ട് അവിടെ പോയിക്കോളാം, സമയം എടുക്കാൻ പറ്റില്ല ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞു. അദ്ദേഹം നേരെ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടറിൽ പോയി. 1 മണിക്കൂർ അവിടെ കാത്തുനിന്നു. ഗംഗാ സിംഗ് ഉൾപ്പെടെ പ്രിൻസിപ്പൽ CCF ഉള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ എല്ലാവരും വന്നു. അദ്ദേഹം ചർച്ച നടത്തി. ഇമ്മീഡിയറ്റ് ഓർഡർ ഇടണമെന്ന് പറഞ്ഞു. ഒരു ഓർഡർ ഇട്ടില്ല. ആ കടുവയാണ് കയറി വന്ന് തോമസിനെ കൊലപ്പെടുത്തുന്നത്. ആ കടുവയാണ് പടിഞ്ഞാറത്തറ വന്ന് അവസാനം മയക്കുവെടി വെച്ച് പിടിക്കപ്പെടുന്നത്. അന്ന് ആ ഓർഡർ ഇവരിട്ടിരുന്നെങ്കിൽ, ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ ഇവിടെ അധികാരമുണ്ട്, ഇവർ പറയുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർഡർ ഇടാൻ പറ്റും. ഇതൊന്നും നടക്കുന്നില്ല. തോമസിൻ്റെ ജീവൻ അപഹരിച്ചത് ബെസ്റ്റ് എക്സാമ്പിളാണ്. പരാതി കൊടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഓർഡർ ഇട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അതിവിടെ നിലനിൽക്കുക. ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് ആക്ട് അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്ത് ഇവിടെ റീജിയണൽ CCF അല്ലെങ്കിൽ DFO അവർക്ക് ഉത്തരവിടാനുള്ള അധികാരം കൊടുക്കണം. അതിനും അദ്ദേഹം മൗനമായിരുന്നു.